ऐसा कोई मंजिल नहीं जिसका कोई रास्ता नहीं हो सकता। नमस्कार दोस्तों, आप सभी को കോക്കനട്ട് ലേഡി ചാനൽ पर स्वागत है। നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ഷാഡോയിങ് സെക്ഷനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്നറിഞ്ഞു. ഇനിയും അതിനായിട്ടുള്ള സെക്ഷനുകൾ ഇനിയും നിങ്ങൾക്കായിട്ട് വരുന്നതാണ്. അതിന് മുമ്പായിട്ട് ഈ ഷാഡോയിങ് സെക്ഷൻ നമ്മൾ 2 എണ്ണം ചെയ്തു അല്ലേ? അപ്പോൾ അതിനു വേണ്ടി എങ്ങനെ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണം എന്ന് ഞാൻ ലാസ്റ്റ് സെക്ഷനിൽ തന്നെ പറഞ്ഞിരുന്നു. എങ്ങനെ ചെയ്യാം, എങ്ങനെ ചെയ്താലാണ് ഇത് എഫക്റ്റീവ് ആവുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഈ സെക്ഷനിൽ നോക്കാം. എങ്ങനെ ഷാഡോയിങ് സെക്ഷൻ പ്രാക്ടീസ് ചെയ്യണം, അതാണ് ഇന്നത്തെ നമ്മുടെ സെക്ഷൻ അല്ലേ? നിങ്ങൾ പലരും ഇതിൻ്റെ കൂടൊപ്പം പറഞ്ഞു നോക്കി, ഇതൊക്കെ ചെയ്തിട്ടും എനിക്ക് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല എന്ന് തോന്നുന്നവരുണ്ടാവും അല്ലേ? അപ്പോൾ എങ്ങനെ कैसे शैडोइंग सेक्शन किया जाए, कैसे करने से आपको ये सबसे मज़ेदार लगेगा और आपको इतना इफ़ेक्टिव लगेगा, कैसे करना चाहिए ये देखते हैं इस वीडियो पर, ठीक है? അപ്പോൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് 3 കാര്യങ്ങളാണ്. ഷാഡോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമിറ്റേറ്റിംഗ് ആണ് അല്ലേ? ഒരാൾ പറയുന്ന കാര്യം അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. അതായത് നിഴൽ പോലെ ഒരാൾ എന്താണോ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് ഈ ഷാഡോയിങ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷാഡോയിങ് സെക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട 3 പ്രാക്ടീസുകളാണ്. 3 രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ കൂടെ വിത്തൗട്ട് പോസിങ് ദ വീഡിയോ, बिना वीडियो को पॉज किए आप रिपीट कर सकते हो मेरे साथ. मैं जो बोल रही हूँ, जैसे कि आप कहाँ जा रहे हो, मेरे साथ ही बोला. आप कहाँ जा रहे हो, आप कहाँ जा रहे हैं, आप कहाँ जा रहे हैं, तुम कहाँ जा रहे हो, तुम कहाँ जा रहे हो, നീ എവിടെ പോവാണ്. അപ്പോൾ അതേ വേർഡിങ്സ് വിത്തൗട്ട് പോസിങ് ദ വീഡിയോ പോസ് ചെയ്യാതെ നിങ്ങൾക്ക് എൻ്റെ കൂടെ തന്നെ അത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറന്നു പോകുന്ന പ്രശ്നമില്ല. അതേ സ്ലാങ്ങിൽ അരേ ഈ ബാത് സുന്ദർ ഹേ, അരേ ഞാൻ ഏത് സീക്വൻസിലാണോ ഏത് എഫക്റ്റ് ഇട്ടാണോ അത് പറയുന്നത് അതേ എഫക്റ്റിൽ നിങ്ങൾക്കത് പറയാൻ സാധിക്കും विदाउट पोसिंग द वीडियो. अगर आप वीडियो को पोज किए बिना बोलोगे तो आपको ऐसे अच्छे तौर पर बोल सकते हो और रिपीट कर सकते हो. ठीक है, ये है आपकी पहली सेक्शन के पहला ऑप्शन, कैसे आपको करना चाहिए. ठीक है, ഷാഡോയിങ് സെക്ഷൻ്റെ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ട രീതിയാണ്, അതായത് നിങ്ങൾ പോസ് ചെയ്യേണ്ട, വീഡിയോ പോസ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എന്താണോ പറയുന്നത് അതിനെ തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഓർത്ത് വെച്ച് അതേപോലെ തന്നെ പറയാം. ഓക്കെ, ഇനി സെക്കൻഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷൻ ആപ്കോ പോസ് കർത്തേ ഹുവേ കർ സക്തേ ഹോ. പോസ് ചെയ്ത് അതിപ്പോൾ ഞാൻ 2 സെൻറ്റൻസ് പറഞ്ഞു. ये तो बहुत सुंदर है, मैं वहाँ जाना चाहता हूँ, वो जगह कश्मीर तो इतनी सुंदर जगह है और मैं वहाँ जाना ज़रूर चाहता हूँ. അല്ലേ, കശ്മീർ എന്ന് പറയുന്നത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലമാണ്, എനിക്കവിടെ പോകാൻ വളരെയധികം ആഗ്രഹമുണ്ട്. ये जो सेंटेंस है आप भूले बिना आप 2-3 बार सुनिएगा और उसको पोस्ट करिएगा. 2-3 പ്രാവശ്യം അതേ സെൻറ്റൻസ് ഒന്ന് കേൾക്കുക, എന്നിട്ട് ഞാൻ ഏത് രീതിയിലാണോ പറയുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഓരോ വേർഡിങ്സ് കിട്ടിയെന്ന് വരത്തില്ല, ചിലപ്പോൾ അതിൻ്റെ ആ ഒരു സ്ലാങ് കിട്ടിയെന്ന് വരത്തില്ല. കുഴപ്പമില്ല, 2-3 പ്രാവശ്യമായിട്ട് അത് കേട്ടൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓർത്ത് വെച്ച് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, वो है आपकी दूसरी चॉइस. और तीसरी चॉइस यह है, केवल 3 चॉइस मैं बता रही हूँ. तीसरी चॉइस यह है कि आपकी जो कमी कहाँ है, നിങ്ങളുടെ കുറവ് എവിടെയാണ്. ഇപ്പോൾ സെൻറ്റൻസുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് വൊക്കാബുലറി ആണോ കിട്ടാത്തത്, ആ ഫ്രേസിങ് ആണോ കിട്ടാത്തത്, ഗ്രാമർ ആണോ കിട്ടാത്തത്, ഏത് ഭാഗമാണ് നിങ്ങൾക്ക് വീക്കെന്ന് ആദ്യം കണ്ടുപിടിക്കും. അതിനനുസരിച്ച് അതിന് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് പോസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യാം. जैसे कि एक सेंटेंस के आपको वर्डिंग्स नहीं मिलते होंगे, कभी कभी आप वर्ड भूल जाते होंगे, कभी फ्रेज़ भूल जाते होंगे. जैसे कि मैं आऊँगी तो हम आएगा, तुम आओगे तो हो आएगा, वो आप भूल जाते हो. तो वो आप रिपीटेडली वो सुनिएगा और उसका आप ख्याल रख के बोलने को देखिएगा. ठीक है, അതായത് നമ്മൾ മറന്നു പോകുന്ന എവിടെയാണോ ആ മറന്നു പോകുന്ന സ്ഥാനത്തേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കുറവ് എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് प्रैक्टिस ചെയ്യാം. तो आपको एकदम से इस शैडोइंग सेक्शन से आपको बेनिफिट मिलते रहेंगे. ठीक है, आपको ये 3 बातें कर देखनी चाहिए. जैसे कि वैसे ही जो सुनते हैं वो ऐसे ही रिपीट करते जाओगे, कुछ ध्यान नहीं दे रहे हो तो उसमें कोई फ़ायदा नहीं होगा.
അതായത് നിങ്ങൾ വെറുതെ ഷാഡോയിങ് സെക്ഷൻ കേട്ടു അതിൻ്റെ കൂടെ ചുമ്മാ പറഞ്ഞു പോയിട്ട് കാര്യമൊന്നുമില്ല. അതിന് എവിടെയാണോ എങ്ങനെയൊക്കെയാണോ പ്രാക്ടീസ് ചെയ്യേണ്ടത് ആ രീതിക്ക് പ്രാക്ടീസ് ചെയ്യണം. ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? ഫസ്റ്റ് ഓപ്ഷൻ ये है कि आपको बिना पॉज किए, वीडियो को पॉज किए बिना रिपीटेड करना होगा. जैसे मैं बोलती हूँ वैसे ही उसी शैली में उसी भाव से आपको उस सेंटेंस को रिपीट करना है. दूसरा ऑप्शन यह है कि 2 सेंटेंस सुनिएगा, उसको पॉज करिएगा, उसको याद करिएगा और रिपीट करिएगा. അല്ലേ, ഒരു സെൻറ്റൻസ് 2 സെൻറ്റൻസ് കേട്ടു അതൊന്ന് ഓർത്ത് വെച്ചിട്ട് നിങ്ങൾ സ്വന്തം രീതിയിൽ റിപ്പീറ്റ് ചെയ്യാൻ നോക്കുക. തേർഡ് ഓപ്ഷനാണ് നിങ്ങളുടെ കുറവ് എവിടെയാണ്, നിങ്ങളുടെ आपकी कमी कहाँ है वो ढूंढिएगा. वोकैबुलरी में कमी है, वर्डिंग्स के में कमी है, फ्रेज़ में कमी है, ग्रामर में कमी है, कहाँ कमी है उसके बारे में सोचें और उसके हिसाब से उसको रिपीट करने की कोशिश करें. अगर आप इस तरह से जो 3 ऑप्शंस मैंने बताए हैं उसी तरह से अगर आप शैडोइंग करोगे तो एकदम से हिंदी परफेक्टली बोल सकते हो. മനസ്സിലായോ? ഈ 3 ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾ ഷാഡോയിങ് സെക്ഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ बेनिफिट നിങ്ങൾക്ക് स्वयं മനസ്സിലാക്കാൻ പറ്റും. दोस्तों अभी मैंने आपको शैडोइंग कैसे करनी है, कैसे प्रैक्टिस किया जाएगा, कैसे आपको उससे बेनिफिट मिलेंगे ये आपको पता चल गया और इसके हिसाब से अब आपको इसका प्रैक्टिस करना है. മനസ്സിലായോ കൂട്ടുകാരെ? ഈ ഒരു 3 ഓപ്ഷൻസ് വെച്ചിട്ട് ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഷാഡോയിങ് സെക്ഷൻ നിങ്ങൾക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അതിൽ നിന്നൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. റിസൾട്ട് കിട്ടാൻ വേണ്ടി ഈ ഓപ്ഷൻസ് വെച്ചിട്ട് ഷാഡോയിങ് സെക്ഷൻ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ബാച്ചസ് ഒക്കെ പോകുന്നുണ്ട്, സ്പോക്കൺ ഹിന്ദി ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പറയുന്നതാണ്. പിന്നെ എന്താണ് ഗ്രാമർ സെക്ഷൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രാമർ സെക്ഷനും ഇൻക്ലൂഡ് ചെയ്യാം, സിമ്പിൾ ടോപ്സ് ഓഫ് ഗ്രാമർ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. സ്പോക്കൺ ഹിന്ദി ടൈപ്പിൽ ഇൻക്ലൂഡ് ചെയ്ത് അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക. ടിൽ ദെൻ ബൈ ബൈ.